പൊടിയും കൊണ്ട് മുട്ടയും കൊണ്ടുള്ള പൊറോട്ടയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും പൊറോട്ട റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുള്ള, അതിലേക്ക് നമ്മൾ കുറേ ഓയിലൊക്കെ ചേർത്തിട്ടുള്ളത് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ പൊറോട്ടയല്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരുപാട് ഓയിലൊന്നും വേണ്ട, റെഡി ആക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കണ അത്രയ്ക്ക് സമയം മതിയാവും ഇത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. പിന്നെ കഴിഞ്ഞ ദിവസം ബ്രെഡ് എഗ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം, പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 4-5 ദിവസമായിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ പൊറോട്ട നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പം ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്നല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് എടുത്തേക്കുന്നത്. ഇതിനങ്ങനെ അത്രയ്ക്കാണ്ട് കറക്റ്റ് ഇത്രയ്ക്ക് മെഷർമെൻറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. എന്നാലും നിങ്ങളൊരു ഏകദേശം അളവിലെടുക്കുക. പിന്നെ ഈ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചിട്ട് എടുക്കും. അങ്ങനെ കുഴച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിളച്ച വെള്ളം ഒഴിക്കരുത്, ഒരു ചെറിയ ചൂടുള്ള വെള്ളം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്കുള്ള മാവ് ഫസ്റ്റ് റെഡിയാക്കിയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതേപോലെ എന്ത് പൊടിയിലും നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നന്നായിട്ട് കുഴക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്താൽ മതി. എന്നാൽ മാത്രമേ പൊടിയിൽ ഉപ്പ് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് പൊടിയിൽ പല സ്ഥലത്തും കട്ട പിടിച്ചിട്ട് കിടക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി ഓയിലും ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചിട്ടെടുക്കും. ഇതിങ്ങനെ ഓരോന്ന് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തു പോകണം. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ട് ഇട്ടിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മൾ എടുക്കണ പൊടി ഇപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത്രയ്ക്ക് ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൊടി കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓയിൽ കൂടുതൽ വേണ്ടി വരും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യം ഉണ്ടാവില്ല, വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് കുറേ വെള്ളം ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് കുഴച്ച് നോക്കുക. അതിൻ്റെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്താൽ മതി. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ തുറന്ന് വയ്ക്കണ്ട, മൂടി വയ്ക്കാം. കാരണം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിലേക്കുള്ള മുട്ടയുടെ മിക്സിങ് റെഡിയാക്കാണ്. അപ്പോൾ 3 മുട്ട എടുക്കുക. ഈ മുട്ടയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. സവോളയും പച്ചമുളകും മല്ലിയിലയും മാത്രം ചേർത്താൽ മതി. മല്ലിയില കിട്ടിയില്ലെങ്കിൽ മല്ലിയിലയും ചേർക്കേണ്ട. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഇതിലേക്ക് നിങ്ങൾ തക്കാളി ചേർക്കണ്ട കേട്ടോ. പിന്നെ ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീസ് ഷെഡ് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. സവോള ഇതേപോലെ കുറച്ച് കൂടുതൽ ചേർത്തോ. പിന്നെ ക്യാരറ്റ് ചേർക്കാം. മല്ലിയിലയും പച്ചമുളകും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. ഇവിടെ കിട്ടണ മറ്റേ ഞാൻ സാധാരണ എടുക്കാറുള്ള കുഞ്ഞു കുഞ്ഞു പച്ചമുളക് കിട്ടില്ല, അതിന് നല്ല എരിവുണ്ട്. പക്ഷേ ഇതിന് എരിവ് കുറവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊന്നും അധികം ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം.
നിങ്ങൾക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മുട്ട പൊരിക്കാൻ എടുക്കണം നമ്മുടെ മിക്സിങ് ഉണ്ടല്ലോ, ആ മിക്സിങ് ആയിരുന്നാലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ ഇനി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലല്ലോ. നമ്മുടെ തമിഴ്നാട് ബോർഡർ അടച്ചല്ലോ. നമുക്ക് തക്കാളിക്ക് അവിടെ നിന്നാണല്ലോ വരുന്നത്, തക്കാളി ക്യാരറ്റൊക്കെ. ഇതിലേക്ക് നിങ്ങൾക്ക് മുരിങ്ങയുടെ ഇല, മുരിങ്ങയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചീര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവിടെ മുട്ടയുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് കുഴച്ച് വെച്ചത് എങ്ങനെയുണ്ടെന്നോട്ടെ. ഇതിപ്പോൾ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയിട്ടെടുക്കുക. ഇത് ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് എനിക്ക് കനം കുറഞ്ഞ് കിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ടോർട്ടില്ല പ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഭയങ്കര കട്ടി. ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തണം കേട്ടോ. പിന്നെ പരത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടലൊന്നും വീഴരുത് കേട്ടോ. അങ്ങനെ വീണിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുട്ട ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇതേപോലെ നല്ല വലിയ ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിങ് ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. പിന്നെ ഈ സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് കുറച്ചിങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. ഈ സെൻറ്റർ വരെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരണ്ട. ഫോൾഡ് ചെയ്തിട്ട് അവിടെയും ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് മുട്ടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വയ്ക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സെപ്പറേറ്റ് നമ്മളിനി വേറെ മൈദയുടെ പേസ്റ്റൊന്നും തേക്കണ്ട. ഇതങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിയിരുന്നോളും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. തീ ഒരുപാട് കൊണ്ട് കൂട്ടി വയ്ക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ടാണ് മുരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ അങ്ങനെ ഭയങ്കര കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടില്ല കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. തിരിച്ചിട്ട് നോട്ടെ. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് മുരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല മുരിഞ്ഞ ഗോതമ്പ് കൊണ്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ രണ്ട് സൈഡും കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മുട്ടിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യരുത് കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്പേസ് പോലെ നമ്മളിങ്ങനെ ഇടണം. ഈ രണ്ട് സൈഡ് നമ്മൾ ഒട്ടിച്ചത് കണ്ടില്ലേ, കുറച്ച് നീക്കിയിട്ടല്ലേ ഒട്ടിച്ചത്. കാരണം ഈ രണ്ട് സൈഡും കൂടിയിട്ട് ഒരുമിച്ചാണ്ട് കൊണ്ടുവന്ന് ഒട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മുട്ട നമ്മൾ വെറുതെ തന്നെയാണല്ലോ വെച്ചേക്കുന്നത് വേവിക്കാണ്ട്. അപ്പോൾ മുട്ട ഇതിൻ്റെ ഉള്ളിൽ കിടന്നാണ്ട് വേവുമ്പോൾ ഈ മുട്ടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഉള്ള സ്പേസ് ഉണ്ടാവില്ലല്ലോ. ഇതങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മളങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ മുട്ടയ്ക്കാണ്ട് പൊട്ടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇതേപോലെ വേണ്ടോട്ട് അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ മുട്ടയായിരുന്നാലും നമുക്ക് ശരിക്കാണ്ട് റെഡിയായി കിട്ടുള്ളൂ. ഇത് നമ്മളിതിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടാണല്ലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തത്. ഇനി നിങ്ങൾക്ക് ഓയിലിൽ മുക്കി പൊരിച്ചിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കൂടുതലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിക്കോ. കാരണം ഇതങ്ങനെ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിൽ കുടിക്കില്ല. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കും. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് മുരിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ
മാവ് ഫസ്റ്റ് കുഴച്ചിട്ട് എടുക്കുമ്പോൾ ഓയിൽ ചേർത്തില്ല, അത്രയ്ക്ക് ഓയിൽ ചേർക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ ടെക്സ്ചർ നമുക്ക് ഇതേപോലെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. വേണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോ നോക്കാം. ഉള്ളിലായിരുന്നാലും നമ്മുടെ മുട്ടയ്ക്ക് വെന്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. വേണ്ടില്ലേ, നല്ല സോഫ്റ്റ്, ഒട്ടും ഹാർഡായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് ഓയിൽ ഒഴിച്ചിട്ട് തന്നെ അത് നിങ്ങൾ മാവ് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒട്ടും ഹാർഡായിരിക്കില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും ഇതേപോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ഈ നാളെ നമുക്ക് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ.